കരുനീക്കങ്ങളിലെ കളങ്ങളിൽ രാജാവായി മാറിയ ഗുകേഷ് അല്പം മുമ്പ് തൻ്റെ ശിരസിന് മുകളിലൂടെ പുഷ്പവൃഷ്ടിയായി ലോകത്തിൻ്റെ മുഴുവനും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഏറ്റുവാങ്ങി. താൻ ഓരോ പ്രഭാതത്തിലും ഉറക്കമുണർന്നിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഗുകേഷ് പറഞ്ഞു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ദൊമ്മരാജു ഗുകേഷ്. ദൊമ്മരാജു ഗുകേഷ് എന്ന് പ്രത്യേക ശബ്ദത്തിൽ അവിടെ നിന്ന് വലിയ പ്രഖ്യാപനം വന്നു. തൊട്ടു പിറകെ ഗുകേഷിന്റെ ശിരസിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി. 14-ാം റൗണ്ട് വരെ നീണ്ട ആവേശകരമായ മത്സരത്തിൽ ചൈനീസ് താരം ഡിങ് ലിറനെ അട്ടിമറിച്ച് ഗുകേഷ് ലോക കിരീടത്തിൽ ഇപ്പോൾ മുത്തമിട്ടിരിക്കുന്നു. വലിയ അഭിനന്ദന പ്രവാഹങ്ങളുടെ ഒടുവിൽ പുഷ്പമാല്യങ്ങളോടുകൂടി ആ കിരീടധാരണം പൂർത്തിയാക്കിയിരിക്കുന്നു. ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുന്നു ഗുകേഷ്. 18 വയസ്സാണ് ഗുകേഷിൻ്റേത്. 22-ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിൻ്റെ റെക്കോർഡാണ് ഗുകേഷ് ഇതോടുകൂടി മറികടന്നിരിക്കുന്നത്. നേരത്തെ ആവേശം അവസാന ഘട്ടം വരെയും നീണ്ട കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവായാണ് ഗുകേഷ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത് എന്നുള്ള കാര്യം ഈ പുഷ്പവൃഷ്ടിയുടെയും പുഷ്പമാല്യ അർപ്പണത്തിൻ്റെയും കിരീടം ആകാശത്തേക്ക് ഉയർത്തിക്കാണിച്ച് പുഷ്പവൃഷ്ടിയിൽ അഭിഷിക്തനായി നിൽക്കുന്ന നിമിഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഓർക്കാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത നേടുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവാകുന്ന പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറിയിരുന്നു. 7-ാം വയസ്സിൽ കരുനീക്കം തുടങ്ങിയ ഗുകേഷ് ലോക റാങ്കിങ്ങിൽ തന്നേക്കാൾ മുന്നിലുള്ള 5 പേരെ പിന്തള്ളിയാണ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത് എന്നുള്ള കാര്യം കൂടി ഈ അഭിമാന നിമിഷത്തിൽ, ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അഭിമാന നിമിഷത്തിൽ ഓർക്കേണ്ടതുണ്ട്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമായിരിക്കുന്നു ഗുകേഷ്. Champion is Gukesh Dammaraju. The gold medal is presented by Singapore Federation President Dr. Su Liang. iconic world champion laurel is presented by Mr. Murali Pillai and FIDE President Mr. Arkady Dvorkovich. And finally, the Champions Trophy is presented by FIDE President Arkady Dvorkovich. Congratulations, our new world chess champion, Gukesh Dammaraju. Your triumph is a momentous occasion for the world of chess, and it will be celebrated for generations to come. ചെസ് കിരീടം, ലോക ചെസ് കിരീടം ഇതാ ഗുകേഷിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നുവെന്ന് പറയുമ്പോൾ അത് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. കിരീടമല്ല, വാസ്തവത്തിൽ ചാമ്പ്യൻസ് ട്രോഫി എന്നാണ് അവിടെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതും ചാമ്പ്യൻസ് ട്രോഫി തന്നെയാണ്. എങ്കിലും ഈ ആവേശത്തെ പറയാൻ കിരീടം എന്ന വാക്കല്ലാതെ എന്താണ് മലയാളിക്കുള്ളത് എന്നതുകൊണ്ടാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടവുമായി ഗുകേഷ് ഇതാ ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്നത്. അത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. എന്തായാലും 2024 അവസാനിക്കാൻ ഇനി 15-16 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2025 എന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഉദയം കൊള്ളാനും. 2024 ഇന്ത്യയുടെ ഏറ്റവും വലിയ കായിക നേട്ടം എന്ത് എന്ന ചോദ്യത്തിന് ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇതാ അതിന് ഉത്തരം വന്നിരിക്കുന്നു 18-കാരനിലൂടെ.